ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ചില പെൺകുട്ടികൾ അല്ലെങ്കിൽ ചില സ്ത്രീകൾ എന്നെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. സർ, എനിക്ക് അവനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അവൻ എൻ്റെ ലൈഫിൽ നിന്ന് പോയതിന് ശേഷം ഞാൻ അവനെപ്പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ചിന്ത സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവൻ തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ. ഇങ്ങനെ എന്നോട് ചോദിക്കുന്ന ആളുകളോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമേ ഒരു കാര്യം പറയാം. ഇങ്ങനെ മിസ് ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്, ഏതൊരാൾക്കും ഉണ്ടായിരിക്കും. ഒരു റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമ്മൾ അറിയാതെ ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് കണ്ടതാണ്, പരിചയപ്പെട്ടതാണ്, ഇടപഴകിയതാണ്, ഡെയിലി കണ്ടിരുന്ന ആളുകളാവുമ്പോൾ സ്വാഭാവികമാണ്. അതിന് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇറ്റ്സ് ഓക്കെ ടു മിസ് ഹിം അല്ലെങ്കിൽ മിസ് ഹെർ. അവളെ മിസ് ചെയ്യുക അല്ലെങ്കിൽ അവനെ മിസ് ചെയ്യുക എന്ന് പറയുന്നത് നാച്ചുറലാണ്. അതൊരു പ്രശ്നമായിട്ട് കാണേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ പ്രശ്നം എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് മാത്രമാണ് ചിന്ത. ആ പാസ്റ്റിൽ തന്നെ നമ്മളുടെ തോട്ട്സുകൾ കുടുങ്ങിക്കിടന്ന് പഴയ ഓർമ്മകൾ തന്നെ ഓർത്തുകൊണ്ട് അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുമ്പോഴാണ് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥ. ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ അവരെ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ വീണ്ടും ഒന്ന് പാച്ചപ്പായി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയുള്ള നിങ്ങളെ വേണ്ട അവർക്ക്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നിങ്ങളെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു നിങ്ങളെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിക്കുക, മാറുക. ഇങ്ങനെ ലൈഫിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്, ഒരു ബ്രേക്കപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് നമുക്കൊരു പണി കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മളെ വേണ്ടെന്ന് പറഞ്ഞ് പോകുമ്പോൾ ആ ഒരു പെയിൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ആ ഒരു പെയിന് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ചെയ്തുകൊണ്ട് ആ പെയിനെ നമ്മുടെ ലൈഫിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിലോട്ട് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടാനായിട്ട് പറ്റും. നമുക്ക് കറക്റ്റ് ഫോക്കസ് കിട്ടും. ആ പെയിനെ കറക്റ്റ് കൺവേർട്ട് ചെയ്യാൻ കഴിയണം. അത് നമ്മളിങ്ങനെ പാസ്റ്റിൽ കടന്ന് ആ പഴയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഒരിക്കലും പോസിബിൾ അല്ല. ഇറ്റ്സ് ഓക്കെ ടു മിസ് ഹിം. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഓക്കെ, നിങ്ങൾ മിസ് ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളൊന്ന് പുതുതായിട്ട് പുതിയ രീതിയിൽ ചിന്തിക്കുക, ആ പെയിനെ കൺവേർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ഗോൾസ് ഉണ്ടോ? ഉണ്ടാകും. അവിടേക്കൊന്നും ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. ഇപ്പം അവിടേക്കൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടി, കുറച്ചുകൂടി കൂടുതൽ സമയം കിട്ടിയെന്ന് പറയാം. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പോകുന്ന സമയത്ത് കോൾ ചെയ്യുന്ന സമയം നമുക്ക് ലാഭമാണ്. അതുപോലെ തന്നെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിരുന്ന സമയം നമുക്ക് ലാഭമാണ്. അത്രയും എക്സ്ട്രാ ടൈം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ആ പെയിനെ കൺവേർട്ട് ചെയ്യുക, പണിയെടുക്കുക. നിങ്ങൾ കുറച്ച് മാറ്റങ്ങൾ വരുത്ത്. ആ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ ഒരു നിങ്ങളെ നിങ്ങൾ ഓഫർ ചെയ്യുക അവർക്ക്. അവർ കാണട്ടെ, ഷോക്കേസ് ദം. അവർക്ക് വേണ്ടി ഷോക്കേസ് ചെയ്യാം. ഇതാണ് ഞാൻ, പുതിയ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ജോലി ഇന്നതാണ്, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ് ഇന്നതാണ്, എൻ്റെ ബോഡിയിൽ ഞാൻ വലിയ രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്, ഫിറ്റ്നസ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഷോക്കേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. പഴയ നിങ്ങളെ അവർക്ക് വേണ്ട. നിങ്ങൾ മാറി എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ചേഞ്ചുകൾ സോഷ്യൽ മീഡിയാസിലൂടെയും മറ്റുള്ളവർ പറഞ്ഞുമൊക്കെ അവരറിയുന്ന സമയത്ത് അവർക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നും. നിങ്ങളെ തിരിച്ചു വിളിക്കും, സംസാരിക്കും. അങ്ങനെ സംസാരിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ആ പെയിനെ നമ്മുടെ പേഴ്സണൽ ഗോൾസിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. കാരണം ഏറ്റവും ബെസ്റ്റ് ടൈമാണത്. ഇത്രയും മോട്ടിവേഷൻ നമുക്ക് ഇനി വേറെ എവിടെ നിന്നും കിട്ടില്ല. കാരണം ഒരാൾ നമ്മളെ വേണ്ട എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു പെയിൻ ഉണ്ടല്ലോ, ആ പെയിനിന് അത്രത്തോളം പവറുണ്ട്. പക്ഷെ ആ പവർ പലരും മനസ്സിലാക്കാറില്ല. ആ പവർ വേണ്ട രീതിയിൽ യൂസ് ചെയ്തുകൊണ്ട് പേഴ്സണൽ ഗോൾസിലോട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ നിങ്ങളെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ വലിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കുക, അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്നിട്ട് അത് ഷോക്കേസ് ചെയ്യുക. മനസ്സിലായോ?
അങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ എനർജിയിൽ വരുന്ന മാറ്റം കാരണത്താൽ, നിങ്ങളുടെ ചിന്തയിൽ വരുന്ന മാറ്റം കാരണത്താൽ നിങ്ങൾ ചിന്തിക്കുകയാണ് അവൻ എൻ്റെ പുറകെ വരും, അല്ലെങ്കിൽ അവൾ എൻ്റെ പുറകെ വരും എന്ന് ചിന്തിക്കുമ്പോൾ അവൾ നിങ്ങളെ ചേസ് ചെയ്യാൻ തുടങ്ങും, അവൻ നിങ്ങളെ ചേസ് ചെയ്യാൻ തുടങ്ങും. മറ്റതെന്താ, നിങ്ങൾ പഴയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുക, നിങ്ങളുടെ തോട്ടിന് ഒരു പവറും ഇല്ല. നിങ്ങൾ കരഞ്ഞുകൊണ്ട് അവൻ വരും, അവൻ വരില്ല, അല്ലെങ്കിൽ അവൻ ഇനി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരിക്കലും വരണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ട് എന്ത് കാര്യം? നമ്മൾ ഫോക്കസ് ചെയ്യുക നമ്മുടെ കരിയറിൽ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുക, നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക. വീണ്ടും വീണ്ടും പറയുന്നില്ല, അതങ്ങനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കേ, പെയിനെ കൺവേർട്ട് ചെയ്ത് നോക്കിക്കേ, അവർ വരും. നമ്മുടെ എനർജി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തയുടെ ശക്തി കൂടും. നമ്മൾ വെറുതെ ചിന്തിക്കുക അവന് വാലാട്ടിക്കൊണ്ട് എൻ്റെ പുറകെ വരും, അല്ലെങ്കിൽ അവൾ എൻ്റെ പുറകെ വരും, കാരണം ഇപ്പോൾ ഞാൻ പണ്ടത്തെ ആളല്ല, ഇപ്പം ഞാൻ പുതിയ ആളാണ്. മനസ്സിലായോ? ഇപ്പം എൻ്റെ ഇൻകം വേറെയാണ്, ഇപ്പം എൻ്റെ ജോലി വേറെയാണ്, ഇപ്പം എൻ്റെ ബിസിനസ് വേറെയാണ്. ഇപ്പം അവളല്ലെങ്കിൽ അവളെപ്പോലെ 10 എണ്ണം എൻ്റെ കൂടെ വരും, അല്ലെങ്കിൽ അവനല്ലെങ്കിൽ അവനേക്കാൾ ഭംഗിയുള്ള, അല്ലെങ്കിൽ അവനേക്കാൾ നല്ല കരിയറുള്ള, അല്ലെങ്കിൽ അവനേക്കാൾ അട്രാക്റ്റീവായിട്ടുള്ള ആളുകൾ എൻ്റെ കൂടെ വരും എന്നുള്ള ഒരു ചിന്തയിലോട്ട് നമ്മളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് നമ്മളെ കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ആ പെയിനെ കൺവേർട്ട് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ടൈം ബ്രേക്കപ്പ് ടൈമാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇറ്റ്സ് ഓക്കെ ടു മിസ് ഹിം, മിസ് ഹെർ. ഓക്കെ, ഫോക്കസ് ഓൺ യുവർ ഗോൾസ്. അത് മറക്കാതിരിക്കുക. ആ പെയിനെ കൺവേർട്ട് ചെയ്യുക. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ടീം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എനിവേ, താങ്ക് യു. നമസ്തേ.